കുരുമുളക് എങ്ങനെ നന്നായി വൃത്തിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഇപ്പം മിക്ക വീടുകളിലും കുറ്റി കുരുമുളകൊക്കെ ഉള്ളതാണല്ലോ. അതിനായി ഒരു കോട്ടൺ ക്യാരി ബാഗ് എടുക്കുക, അല്ലെങ്കിൽ ഒരു നേർത്ത ചാക്കായാലും മതിയാകും. അതിലേക്ക് ഈ കുരുമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു റബ്ബർ ബാൻഡോ ഒരു ചരടോ കൊണ്ടൊന്ന് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് നമ്മളിത് നിലത്തിട്ടിട്ടാണ് കാലുകൊണ്ട് തൊഴിച്ചാണ് ഇതിലെ മണികളെല്ലാം നമ്മൾ അടർത്തിയെടുക്കുന്നത്. ഇതുപോലെ കുറച്ച് നേരം നമ്മൾ കാലുകൊണ്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ മണികളെല്ലാം അടർന്നു വരും. ഇത് കാലുകൊണ്ട് ചവിട്ടി അതിനെ പരുവപ്പെടുത്തേണ്ടതില്ല. ഓരോ മണികളും അടർന്നു വരുന്ന രീതിയിലാണ് നമ്മളിതിനെ മെതിച്ച് കൊടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇതൊരു പായയിൽ നമ്മൾ മുളക് നിരത്തിയിട്ടിട്ട് ഡയറക്റ്റ് കാലുകൊണ്ട് ചവിട്ടിയാണ് എടുക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ കാലിൽ ഒരുപാട് കറ പറ്റും. അത് പോകാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഈ മണികൾ അടർന്നു വീണിട്ടുണ്ട്. നമ്മൾ മുഴുവനായും അടർന്നു വീണ് കാണില്ല. ഇനിയും അടർന്നു വീഴാനുള്ള തിരികളെടുത്ത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് അടർന്നത് ഞാൻ നേരത്തെ കുറച്ച് അടർത്തി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അടർന്ന് വീഴാത്ത തിരികൾ വീണ്ടും ഒന്നും കൂടി ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതിയാകും. അങ്ങനെ വീണ്ടും നമുക്കൊരു 90% ഇളക്കിയെടുക്കാം. നേരത്തെ അടർത്തിട്ട കുരുമുളക് മണികളിലേക്ക് ഇതും കൂടി ഇട്ട് കൊടുത്തു. ഇനിയും ഇതിന്ന് അടർന്ന് വീഴാനുള്ളത് ഞാൻ കൈ കൊണ്ടൊന്ന് തിരുമ്മി അടർത്തിയെടുക്കുന്നുണ്ട്. ഇതിലും ഇവിടെയും ഞാൻ കയ്യിലൊരു കവർ ഇട്ടിട്ടുണ്ട്. കാര്യം കയ്യിൽ കറ പറ്റാതിരിക്കാനാണ്. ഏതാണ്ട് മുഴുവൻ മണികളും ഞാൻ അടർത്തിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അതും കൂടി ഞാൻ ആ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കണം. മുഴുവൻ മണികളും ഇതിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുണ്ട്. ഒരു 2-3 വെള്ളം നമുക്ക് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പയിലൊന്ന് വെള്ളം ഒന്ന് തോർത്തിയെടുക്കാം. എന്നിട്ട് നമ്മളൊരു വലിയ ഉരുളിയിലോ പായയിലോ അല്ലെങ്കിൽ കോട്ടൺ ബെഡ്ഷീറ്റിലോ ഇതിനെ ഒന്ന് നിരത്തി വെയിലത്ത് ഒരു 4-5 ദിവസം നമുക്ക് നന്നായി ഉണക്കിയെടുക്കണം. ഒരു 4-5 ദിവസം വെയിൽ കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല കറുത്ത് ഉണങ്ങി വരും. അപ്പോൾ എന്നിട്ട് നമ്മളതൊന്ന് പാറ്റി വൃത്തിയാക്കി കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ തന്നെ നമ്മൾ ടിന്നിൽ സൂക്ഷിച്ചാൽ മതിയാകും. എന്നിട്ട് ആവശ്യാനുസരണം ഒരു ടിൻ അളവിൽ എടുത്ത് മിക്സിയിൽ പൊടിച്ച് ഉപയോഗിക്കാം.